ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് വലിയ ബാധ്യത വന്നു. ആ സമയത്ത് ഞാൻ പേടിച്ചു കഴിഞ്ഞു. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ട്. We listen, we learn, we connect, where every story matters. Welcome to Beyond Borders with Meera Shankar. അങ്ങനെയാണെങ്കിൽ ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നമുക്ക് ഇപ്പൊ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാം, ആ പോസിറ്റീവ് എനർജി ആയിട്ട് മാറ്റാൻ പറ്റും? ഈ നെഗറ്റീവ് ചിന്തകളോട് ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകളോട് ഫൈറ്റ് ചെയ്യാണ് ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഫിയർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ കവർ ചെയ്തിട്ടുള്ള ആളുകളുടെ സെഷനിൽ കവർ ചെയ്യുന്ന സമയത്ത് ഇമോഷൻസ്, രണ്ട് ടൈപ്പ് ഇമോഷൻസ് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് പറയും. ആ രണ്ട് ടൈപ്പ് ഇമോഷൻസിൽ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളെ ഹൈലി ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻ ചോദിക്കുന്ന സമയത്ത് ഒരു 15,000 ആളുകളെ കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 500 ആളുകൾ മാത്രമേ പോസിറ്റീവ് ഇമോഷൻസിന് എഴുതിയിട്ടുള്ളൂ. ബാക്കി 14,500 ആളുകളും എഴുതിയിരിക്കുന്നത് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡൗട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിയർ ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും ഗിൽട്ട് ആയിരിക്കാം, അങ്ങനെ ഏതെങ്കിലും നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും. അതിന്റെ ഡെസ്റ്റിനിയാണ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് വൺസ് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ഇമോഷനോട് ഫൈറ്റ് ചെയ്താലും നെഗറ്റീവ് ഇമോഷനോട് ഫൈറ്റ് ചെയ്താലും ജയിക്കുന്നത് ആ ഇമോഷൻ ആയിരിക്കും. പോസിറ്റീവ് ഇമോഷനോട് നമ്മൾ പോസിറ്റീവ് ഇമോഷനോട് ഫൈറ്റ് ചെയ്താലും നെഗറ്റീവ് ഇമോഷനോട് നമ്മൾ ഫൈറ്റ് ചെയ്താലും ജയിക്കുന്നത് ആ ഇമോഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. നമ്മള് സ്നേഹത്തിനോട് ഫൈറ്റ് ചെയ്തോളൂ, അതിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു പേടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് വലിയ ബാധ്യത വന്നു. ആ സമയത്ത് ഞാൻ പേടിച്ചു കഴിഞ്ഞു. ഓക്കെ, എനിക്ക് ബാധ്യതകളുണ്ട്. ഓക്കെ, ആ ബാധ്യതകളാണ് എന്നെ പേടിപ്പിക്കുന്നത്. ആ കോളുകൾ, അത് കൊടുക്കാനുള്ള ആളുകളുടെ കോളുകളാണ്, എന്റെ സപ്ലൈസിന്റെ കോളുകളാണ് എന്നെ പേടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതായിട്ടുള്ളത്? എനിക്ക് കൊടുക്കാനുള്ള ബാധ്യതകളെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ പേടി, എന്തുകൊണ്ട് എനിക്ക് പേടി വന്നു എന്ന് ഞാൻ സൂം ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങി. പേടിയെ ഹക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് മടിയിൽ ഇരിക്കുന്ന പറഞ്ഞ് മടിയിൽ കൊണ്ടിരുത്തി നമ്മൾ വിളിച്ചു കയറ്റി ഇരുത്തുക അല്ലെ, വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി ഇരുത്തുക അല്ലെ, വന്നിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിട്ട് നിൽക്കുക ചെയ്യാം. അയ്യോ അത് എന്നെ ഇപ്പൊ കില്ല് എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ഇപ്പം നമുക്കൊരു ഒരു ലക്ഷ്യമുണ്ട്, അതിന് നമുക്ക് സംശയമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ഡിസ്ട്രാക്റ്റഡ് തോട്ടായിരിക്കും. ആ പറയുന്ന ലക്ഷ്യത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. നേരെ മറിച്ചിട്ട് എനിക്ക് ഉറപ്പാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ ഈ പേടിയെ ഞാൻ അഡ്രസ് ചെയ്തത് എങ്ങനെയാണ്? ഓരോരുത്തരും ഞാൻ അങ്ങടിക്ക് വിളിച്ചു. എന്റെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ വന്നു, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൊറട്ടോറിയം കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് നമ്മൾ കൂടുതൽ അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് വലിയൊരു ഫണ്ടായിട്ട് മാറിയത്. ഞാൻ ആ കോവിഡ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 5 ലക്ഷം റുപ്പീസ് ഞാൻ ബാങ്ക് കൊണ്ട് അടച്ച് അത് വാങ്ങി വെച്ചിട്ടാണ് ബാങ്ക് ജപ്തിക്ക് വന്നത്. ഓക്കെ, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതൊക്കെ റിയലൈസ് ചെയ്തപ്പോ അവരെന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ബാങ്കിനെ ബിലീവ് ചെയ്ത് നിൽക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഇത് തീർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്, പക്ഷെ ബാങ്ക് ഇങ്ങനെ മൂവ് ചെയ്യില്ലേ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഹൈക്കോർട്ടിൽ പോയിട്ട് സ്റ്റേ കൊടുക്കൂ എന്ന് എന്നോട് പറയുന്നത് ആ അഡ്വക്കേറ്റ് കമ്മീഷനാ. അവരാണ് പറയുന്നത്, വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷനാ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അതിനെ അങ്ങനെ അഡ്രസ് ചെയ്തപ്പോ സൊല്യൂഷൻ കിട്ടി. നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് നമ്മൾ സ്റ്റേ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സമയം കൃത്യമായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര പണം വീതം വെച്ചിട്ട് അടച്ചു തീർത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മള്, അപ്പൊ ബാങ്കിന് പിന്നെ അവിടെ നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷൻ. ഇതിന് ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോ ആ പേടി ഇല്ലാതെയായിട്ട് മാറി. മനസ്സിലായില്ല? അങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. എപ്പോഴും പല കോളുകളും വരുന്ന സമയത്ത് നമ്മൾ പേടിക്കും. അത് എടുത്തിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതെയായി മാറി. മനസ്സിലായില്ലേ? ഏത് ഫീലിംഗ് ആയിക്കോട്ടെ, ദേഷ്യം നമ്മൾ ചുമ്മാ
ചില സമയത്ത് നമ്മള് ട്രിഗർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമോഷനാണ് ഡെസ്റ്റിനി മോശമാ. ഓക്കെ, അവിടെ നമ്മൾക്ക് ആ ദേഷ്യത്തോടു കൂടി ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചിത്രം ചുവരിൽ വരച്ചു. ഞാനൊരു കാലഘട്ടം വരെ എന്റെ വീട് പെയിന്റ് ചെയ്യില്ലായിരുന്നു. എന്റെ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു മകളാണ്, അവളെ എവിടെ എന്ത് വരച്ചാലും വേണ്ടിയില്ല നിങ്ങളൊന്നും പറയണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അത് എനിക്ക് അറിയാം എന്നുള്ളതിനെ കൊണ്ടാണ്. അതിനെ കൊണ്ട് തന്നെ അവള് നന്നായിട്ട് വരയ്ക്കും. ഓക്കെ, അവള് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കഴിവാണ്. അപ്പോ ഇത് അവിടെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാമായിരുന്നു. ഓക്കെ, അപ്പോ എന്നെ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയതാണ്. ഞാൻ അവിടെ ദേഷ്യപ്പെട്ടതിനെ കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ആ ഒരു നല്ലൊരു കലാകാരിയെ ഞാൻ നശിപ്പിക്കുകയാണ്. ഓക്കെ, അവിടെ ഞാൻ അതിനെ സ്നേഹം കൊണ്ട് എവിടെ വെച്ചാൽ എന്താ വരച്ചോ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോ ബോധ്യപ്പെട്ട് അവർക്ക് മനസ്സിലാവും എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിയ സമയത്ത് മെറ്റീരിയൽസ് വാങ്ങിക്കൊടുത്തു. എന്നിട്ട് ഇനി ഇതിൽ വരച്ചോട്ടോ, ഇനി ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിട്ട് തുടങ്ങി. ഈ പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായാൽ, നെഗറ്റീവ് ഇമോഷൻസ് ആദ്യം നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ നെഗറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുമെന്ന് ബോധ്യം വന്നതിന് ശേഷം ഇങ്ങനെ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അഡ്രസ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ തന്നെ ഇത് നമ്മൾ പിടിച്ചു കിട്ടുന്ന ഒരു പരിപാടി നിർത്തും. ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ പിടിച്ചു കിട്ടുന്ന ഒരു പരിപാടി നിർത്തും. ഓട്ടോമാറ്റിക് ഗ്രാജുവലി നമ്മൾ പോസിറ്റീവ് ഇമോഷൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പോസിറ്റീവ് എനർജിയിലേക്ക് അത് മാറും തനിയെ. ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഇമോഷൻസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി ഉയരും. നമ്മുടെ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി ആയിട്ട് മാറും. ആ ഹയർ ഫ്രീക്വൻസി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇപ്പൊ വൈശാഖനെ പോലെ അല്ലാതെ ഒരു സാധാരണ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് എന്താ പറയാ? ഇപ്പൊ ബെഡ്ഷീറ്റ് അത് ഞാൻ ചെയ്യാം, അല്ലാതെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യണ്ടേ? കൃത്യമായിട്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കണം. നമുക്ക് എവിടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നമ്മുടെ യാത്ര എവിടേക്കാണെന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ബസ് സ്റ്റോപ്പ് പോയി എന്നിട്ട് ഇതിപ്പോ എങ്ങടേക്കാണാവോ ഞാൻ പോകേണ്ടതെന്നുള്ള രീതിയിലാണ് പല ആളുകളും നിൽക്കുന്നത്. എവിടേക്കാണെന്നുള്ള ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വാഹനത്തിലാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഫ്ലൈറ്റ് എടുത്ത് പോകണോ, ബസ് എടുത്ത് പോകണോ, ട്രെയിൻ എടുത്ത് പോകണോ, കാർ എടുത്ത് പോകണോ എന്നുള്ളത്, നടന്നു പോകണം എന്നുള്ളത് പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ തുടങ്ങിയതിന് ശേഷം, അങ്ങനെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിനു ശേഷം എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് എണീക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. സൂര്യൻ ഉദിക്കുന്നതിനേക്കാളും മുൻപ് സൂര്യൻ ഉദിക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ പോയിട്ട് ഒരു അരമണിക്കൂർ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. കാര്യം നമ്മളിങ്ങനെ അയ്യോ ഞാൻ നേരത്തെ എണീച്ചല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ടെൻഷനൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ടെൻഷനെ നമുക്ക് അഡ്രസ് ചെയ്യണമല്ലോ. അപ്പൊ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റു ഈ പറയുന്ന രീതിയിലേക്ക് ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഒന്ന് ഇരുന്നിട്ട് വേണ്ടുന്നതിനെ കുറിച്ചിട്ട്, കാര്യം നമ്മുടെ ആൽഫ വേവ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആയി കിടക്കുന്ന സമയമാണ്. ആ സമയം നമ്മൾ ചുമ്മാ കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് പ്രിന്റിങ്സ് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിൽ ഉണ്ട്. ആക്ച്വലി ആ നെഗറ്റീവ് പ്രിന്റിങ്സ് മാറ്റാൻ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനും കേൾക്കാനും തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് വന്നിട്ട് രാവിലെ എണീക്കുക, ഈ പറയുന്ന എങ്ങടേക്ക് പോകണ്ടെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, എന്ത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഉണ്ടാക്കുക. അപ്പൊ എന്ത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയാൽ, ഓക്കെ, മെഡിറ്റേഷനിലൂടെയൊക്കെ ബേസിക് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചിരുന്നിട്ടൊന്ന് അത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയാൽ എങ്ങനെ വരാൻ തുടങ്ങും, എങ്ങനെയെന്നുള്ളത് വരാൻ വേണ്ടി തുടങ്ങും. പിന്നെ അങ്ങനെ തുടങ്ങി ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ സമയത്ത്
പല പല ടെക്നിക്സും പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്ത് വിളിക്കുന്നത്, നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് വിളിക്കുന്നത്, നമ്മൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കുന്നത്, ഇതൊക്കെ നടക്കും. ഇതൊക്കെ നമ്മള് അത്രമാത്രം ഇപ്പം ബട്ടർഫ്ലൈ, യെല്ലോ ബട്ടർഫ്ലൈനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ ടെക്നിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നടക്കും. മനസ്സിലായില്ലേ? നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കൊക്കെ ആയിരിക്കും നമുക്കിത് കാണുക. അങ്ങനെ നമ്മളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുക ഞാൻ പോസിറ്റീവ് ആണെന്നത്. ഗ്രാജുവലി പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. പിന്നീട് ലെവലായി കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാവും. ലൈഫിൽ ഒരു മെന്റർഷിപ്പ് എടുക്കുന്നത് എന്തുകൊണ്ടും ഗുണമേ ചെയ്യുള്ളൂ. ഒരു മെന്റർ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു മെന്റർ, അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ എല്ലാം ചെയ്യും. സച്ചിൻ ടെണ്ടുൽക്കർ ഞാൻ തന്നെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കോച്ചിനെയൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാവില്ലായിരുന്നു. മെസ്സി, റോബിൻ ശർമ്മയല്ലേ മെസ്സിയുടെ മെന്റർ എന്ന് പറയുന്നത്. എന്തിനാണ് അദ്ദേഹത്തിനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അല്ലെ? അത് ആ മെന്റർഷിപ്പ് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഞാൻ എന്റെ ഫെയിലിയർ സ്റ്റോറിയിൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോ ഞാൻ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളല്ല. ഓക്കെ, പക്ഷെ ആ ഫെയിലിയറിന്റെ എൻഡില് അൺഎക്സ്പെക്ടഡ്ലി ഞാനൊരു മെന്റർഷിപ്പിലേക്ക് എത്തി. അതിനെ കൊണ്ട് 1 കോടി ബാധ്യതയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്തോളം പറഞ്ഞു, പരിപാടി നിർത്തിക്കോ, ഇത് ഇനി മുന്നോട്ടേക്ക് പോയാൽ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ പരിപാടി നിർത്തിയതിനെ കൊണ്ട് അത് 1 കോടി ബാധ്യതയിൽ നിന്നു. ആ മെന്റർഷിപ്പ് ഞാൻ കണ്ടിന്യൂ ചെയ്തതിനെ കൊണ്ട് ഇന്നുള്ള CR വൈശാഖനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു പഠനം, ഈ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഡീപ്ലി പഠിക്കാൻ വേണ്ടി തയ്യാറാവും. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ പേഴ്സണാലിറ്റി ഗ്രോ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസി വരിക എന്ന് പറയുന്നത്. നമ്മളൊരു ഹയർ പേഴ്സണാലിറ്റിയിൽ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ് പോസിറ്റീവ് തന്നെ ആയിരിക്കും. അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് നടക്കില്ല എന്നുള്ളതല്ല, എല്ലാവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഒക്കെ നടക്കും. പക്ഷെ ആ നെഗറ്റീവ് നടക്കുമ്പോഴും അതിനെ നമ്മൾ നോക്കിക്കാണുന്ന വിധം വേറെ ആയിരിക്കും. നമ്മൾ ആ സിറ്റുവേഷൻ ഉള്ളിൽ പെടില്ല, സിറ്റുവേഷനെ പുറത്തോട്ടേക്ക് പെട്ടെന്ന് വന്നിട്ട് അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മൾ വളരെ ഈസി ആയിട്ട് എന്നിട്ട് സോൾവ് ചെയ്തെടുക്കും ആ പ്രോബ്ലത്തിനെയൊക്കെ. എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പൊ ഇതില് ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് സങ്കല്പിച്ച് ഇരുന്നാല് വിഷ്വലൈസേഷൻ എന്ന് പറയാൻ പറ്റുമോ? അത് അങ്ങനെ നടക്കുമോ? അങ്ങനെ അതിന്റെ ഒരു ശരിയായ രീതി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പൊ അത് ഒരു വിഷ്വലൈസ് ചെയ്യുന്നത് ആദ്യം കണ്ണടച്ചൊന്ന് നോക്കി നോക്കുക. 1 മിനിറ്റ് കണ്ണടച്ച് നോക്കിയാൽ, തുടക്കക്കാരന് കണ്ണടച്ചാല് നമ്മൾക്ക് എന്താണോ വേണ്ടുന്നത് കാണാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ആദ്യം ഉണ്ടാവുക. കണ്ണടച്ച് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ പോയിന്റിലേക്ക് നമുക്കിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ട് എന്റെ ബിസിനസ്സിൽ എന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മളെ മനസ്സിൽ. ഓക്കെ, കണ്ണടച്ചിട്ട് നമ്മളെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിൽ നമ്മൾ കണ്ണടച്ചിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ആ ലോണിന്റെ പൈസ എന്നാണല്ലോ അടയ്ക്കാനുള്ളത് അല്ലേ, അടുത്ത തോട്ട് കയറി വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ഡെസ്റ്റിനി അതാണല്ലോ, അത് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോഴായിരിക്കും ഇന്നിപ്പം വൈഫ് ഇന്ന സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഈ തോട്ട് ഇങ്ങനെ കയറി വരും ആദ്യ ഘട്ടങ്ങളിൽ. ഈ 2 കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ? ഒന്ന്, നമ്മളിങ്ങനെ ഫോഴ്സ്ഫുള്ളി നമ്മളിങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. വൈശാഖൻ ഇങ്ങനെ ഒരു 10,000 ആൾക്കാരെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഇതിനകത്തോട്ട് കേറി വരുന്ന. അപ്പൊ ഇതിൽ തിങ്കിങ് ഏതാ, തോട്ട് ഏതാ? തോട്ട് എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് തോട്ട് എന്ന് പറയുന്നത് കേറി വരുന്നതും തിങ്കിങ് എന്ന് പറയുന്നത് നമ്മള് ഫോഴ്സ്ഫുള്ളി നമ്മള് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. രണ്ടും തോട്ട് തന്നെയാണ്. അപ്പൊ ഈ തിങ്കിങ് വേറെ തോട്ട് വേറെ എന്നല്ലേ പറയുന്നത്? അല്ല, രണ്ടും തോട്ട് തന്നെയാണ്. പക്ഷെ കയറി വരുന്നു എന്നുള്ളത് ഡിസ്ട്രാക്ഷൻ ആണ്. ഇപ്പൊ കയറി വരും നമുക്ക് ആവശ്യമുള്ളതാണ്. ഏത് 10,000 ആളുകൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അതാണ് നമ്മൾ കോൺഷ്യസ്ലി ഇരുന്ന് ചിന്തിക്കുന്നത്. പക്ഷെ അതിന് ഇടയിൽ കൂടെ മറ്റേതും ആവശ്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അത് ഡിസ്ട്രാക്ഷൻ ആയിട്ട് കയറി വരും. അതിന് ഒരൊറ്റ പോയിന്റിലേക്ക് നമ്മളുടെ പ്രാക്ടീസിലൂടെ നമുക്ക് ഒറ്റ പോയിന്റിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കും. ഞാനൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഇരിക്കുന്ന സമയത്ത് വലിയ മൾട്ടിപ്പിൾ തോട്ട് പ്രോസസ്സിലേക്ക് പോയായിരുന്നു. ഇപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ബിസിനസിനെ സിസ്റ്റമൈസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്റെ ഇനിയിപ്പോ ഇന്ന ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന ദിവസത്തെ പ്രോഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് തലേന്ന് തൊട്ടിട്ട്, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് തുടങ്ങുന്നത് തൊട്ടിട്ട് നമ്മുടെ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോഗ്രാം എൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ആ സ്റ്റേജിൽ ഇരിക്കുന്നത് വരെയുള്ള തോട്ടിനെ ഒറ്റ സ്ട്രെച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പൊ ആദ്യത്തെ ദിവസം കൊണ്ട് വന്നതല്ല, അത്രയും കാലത്തെ പ്രാക്ടീസിലൂടെ വന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ ഉറപ്പിച്ചോളൂ അത് നമ്മുടെ ലൈഫിൽ നടക്കും. അങ്ങനെ കൊണ്ടുവന്നവരൊക്കെ ലൈഫിൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ആ കാര്യത്തിൽ, അവർ കോൺഫിഡന്റ് ആണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് ആദ്യ തുടക്കക്കാരന് അത് ഇരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാല്, നമ്മളെ എന്തെങ്കിലും കല്ലെടുത്ത് ചുമന്ന് കൊണ്ടുപോകണം, ഒന്നും വേണ്ട, ചുമ്മാ ഇരുന്ന് കണ്ണടച്ചിരുന്നിട്ട് അതൊന്നും മനസ്സിൽ കാണാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് ആ മൊമെന്റിൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. വന്നോട്ടെ, ആ തോട്ട് വന്നോട്ടെ എന്ന് തീരുമാനിച്ചാൽ മതി. വന്നോട്ടെ, വന്നു, ഓക്കെ, മനസ്സിലായി, തിരിച്ച് എനിക്ക് വേണ്ടുന്ന മറ്റേ പഠിപ്പിക്കില്ല, വീണ്ടും കൊണ്ടുവന്നു. അപ്പോഴേക്കും വീണ്ടും അടുത്തത് വരും. ഓക്കെ, വന്നു, വരട്ടെ, വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക, എന്നിട്ട് വിട്ടേക്കുക. അപ്പൊ അങ്ങനെ ഗ്രാജുവലി ഈ പറയുന്ന ആദ്യം നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് 10-20 തോട്ട് വേറെ ഒന്നുണ്ടെങ്കിൽ പിന്നീട് അത് കട്ടായിട്ട് എന്തായിട്ട് മാറും? കുറഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഇങ്ങനെ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകും ഒരു പോക്ക്. അപ്പൊ മോളും വൈഫൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യമൊക്കെ വന്നിട്ടൊന്ന് തട്ടി വിളിക്കൂ, ഇത് എങ്ങടാ പോയെന്ന് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അത് ഇതാക്കൂല, അതൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് മോള് പ്രത്യേകിച്ച് ചോദിക്കും, ഇത് ഇരുന്നില്ലേ പരിപാടി എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ അതന്നെ ഇരുന്നത് നമ്മൾ പോയിട്ട് നമ്മൾ അതിനിങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ആ ഭൂതത്തിനെ വിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ അത് അത് നടന്നോളൂ. അങ്ങനെയാണ് ലൈഫിൽ അങ്ങനെ നടക്കും. അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ തോട്ടിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്തൊക്കെ രീതിയിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന എല്ലാ പാർട്ടുകളും നമ്മൾ കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോ വേറെ വല്ല വിചാരിക്കുമോ ആൾക്കാര്? ആ തോട്ട് നമുക്ക് ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് കാലത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറെ കുറിച്ചിട്ട് എന്തെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആള് മൈൻഡ് ചെയ്യില്ല. ആളുടെ കൃത്യമായിട്ടുള്ള മൈൻഡിൽ ആളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്ര കമ്പനി പിന്നെ പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് ഉണ്ടാകും, ഓൾ ഇന്ത്യയിൽ ലോങ് ടേം ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു അത്. ലൈക്ക് മീൻസ് ലോങ് ടേം ആയിട്ടുള്ള ഒരു അവസ്ഥയില്, ചെറുപ്രായത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയില്. അപ്പൊ അയാളെ അഹങ്കാരി എന്ന ആളുകൾ വിളിച്ചു. അയാൾ നടക്കുന്ന സമയത്ത് ചുറ്റിലുള്ള അയാൾ കണ്ടിട്ടില്ല. അയാൾ കണ്ടത് ഇന്ന് അയാൾ ജീവിക്കുന്ന ജീവിതത്തിനെയാ അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെ? ആ ആള് അങ്ങനെ പറഞ്ഞു. അന്ന് ആളുകൾ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം പേരിട്ട് വിളിച്ചു. ഇന്ന് ആ ആളുകളൊക്കെ രാജുവേട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അഭിമാനമാണെന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ആളുകൾ അങ്ങനെയാണ്. കോമൺ പീപ്പിൾസ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ പറയുന്ന സമയത്ത് ആളുകൾക്ക്, കോമൺ പീപ്പിൾസിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് വിധിയാണ്, അവരങ്ങനെ അങ്ങ് ആയിപ്പോകും. നോർമലി അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അവരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ എന്നെ തളർത്താറുണ്ടോ, നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ എന്ന് പറഞ്ഞല്ലോ, എന്നെ അത് ഒരിക്കലും തളർത്തിയിട്ടില്ല. ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ അയ്യോ ഇന്ന് നെഗറ്റീവ് കുറഞ്ഞോന്നേ ഞാൻ ചിന്തിക്കാറുള്ളൂ. കാര്യം നെഗറ്റീവ് വന്നോ വീഡിയോ റീച്ചായി എന്നാ ഞാൻ ചിന്തിക്കാറുള്ളത്. മനസ്സിലായില്ലേ? മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനേക്കാളും വലിയ നെഗറ്റീവ് എന്ന് വന്നതിനെ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 4 ആൾക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ഇരുന്ന് എഴുതുന്നത് നമുക്ക് എന്ത് ബാധിക്കാനാണ്? അത് ബാധിക്കില്ല. കുറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ഒക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇതില്
വൈശാഖൻ പറയുന്നതില് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പേപ്പറിൽ എഴുതുക എന്നുള്ളത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ അതിന് കൂടുതൽ സ്ട്രെങ്തൻ ആകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഒരു പേപ്പറിൽ നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങള് ഒരു സ്ക്രിപ്റ്റ് പോലെ അതെങ്ങനെയാ ഒരു സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാ മാനിഫെസ്റ്റേഷനെ സഹായിക്കുന്നത് എന്നൊന്ന് പറയാമോ? നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിൽ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, ടച്ച് ചെയ്യുന്ന, സ്മെല് ചെയ്യുന്ന, ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആണ് ഒരുപാട് പ്രിന്റിങ്സ് ഓൾറെഡി വന്നു കിടക്കുന്നത്. നമ്മളെ ബ്രെയിനിലെ കോശങ്ങളിൽ ഒരുപാട് പ്രിന്റിങ്സ് വന്നിട്ടുണ്ട്. അതാണ് ബ്ലൂ പ്രിന്റ് നമ്മളുടെ. ഓക്കെ, ആ പ്രിന്റിങ്സ് ആണ് നമ്മളുടെ ഡെസ്റ്റിനി ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ പെർസ്പെക്റ്റീവ് ഓരോരുത്തർ പറയുന്നതും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഒരേ വീഡിയോക്ക് ചില ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി ലവ് ഒക്കെ ഇടുന്നുണ്ട്, ഫയർ ഒക്കെ ഇടുന്നുണ്ട്. അതേ വീഡിയോക്ക് തന്നെ ചില ആളുകൾ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? ഇവർ കണ്ടത്, ഇവർ കേട്ടത്, ഇവർ ടച്ച് ചെയ്തത്, സ്മെൽ ചെയ്തതായിട്ടുള്ള രീതിയിലേക്ക് ഇവരുടെ ന്യൂറോ പാത്വേ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ന്യൂറോൺസിന് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആളുകൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റിവിറ്റിയെ തന്നെയായിരിക്കും ലൈഫിലേക്ക്. ഓക്കെ, പോസിറ്റീവ് പറയുന്ന ആളുകൾ പോസിറ്റിവിറ്റിയെ അട്രാക്ട് ചെയ്ത്, അതൊരു ബ്ലോക്ക് വരുന്നതിന്റെ റീസൺ അവരെ ട്രിഗർ ചെയ്തിരുന്ന നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ പറയുന്ന നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫോക്കസ് ക്ലിയർ ആയിക്കോളും. അപ്പോ ഈ പറയുന്ന പ്രിന്റിങ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് സ്ട്രോങ്ലി നമ്മൾ എഴുതുന്ന സമയത്ത്, നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു, ഇതിൽ ഏതാ ഫീല് കൂടുതൽ? ആണല്ലോ അല്ലെ? നമ്മള് ഒരു സിസ്റ്റം എടുത്തിട്ട് നമ്മള് ഒരു PDF വായിക്കുന്നതും ബുക്കിന്റെ പേജ് മറിച്ച് വായിക്കുന്നതും തമ്മിൽ ഏതാ ഫീലിങ്സ് കൂടുതൽ? വ്യത്യാസമുണ്ട്. എഴുതുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിൽ സ്ട്രോങ് പ്രിന്റിങ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നെഗറ്റിവിറ്റിയെ, ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള നെഗറ്റിവിറ്റിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പോസിറ്റിവിറ്റിയെ വെക്കാനേ കഴിയുള്ളൂ. മനസ്സിലായി? അപ്പൊ നമ്മുടെ ക്ലാരിറ്റി ഇച്ചിരി കൂടി കൂടും എഴുതുന്ന സമയത്ത്. മനസ്സിലായില്ലേ? നമ്മൾ അതില് ഇമ്മേഴ്സ് ചെയ്യും എഴുതുന്ന സമയത്ത്. അതാണ് സംഭവിക്കുന്നത്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ പോരെന്ന്. ഈ പറയുന്ന ആളുകൾക്ക് ആദ്യത്തെ കണ്ടീഷനിൽ കണ്ണടച്ചിരുന്ന് ആലോചിക്കാൻ കഴിയില്ല. ഒരു 100 ദിവസം അവർ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവർ വെറുതെ കണ്ണടക്കിയ പോലും വേണ്ട, കണ്ണ് തുറന്നാലും അവരുടെ മൈൻഡിലേക്ക് അവരുടെ വിഷനായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പൊ ആദ്യം തുടക്കക്കാരൊക്കെ നിർബന്ധമായിട്ട് എഴുതണം. എല്ലാവരും എഴുതണം, പക്ഷെ തുടക്കക്കാർ നിർബന്ധമായിട്ടും എഴുതിയാൽ അതിന്റെ ഇമ്പാക്ട് കുറച്ച് കൂടുതലായിരിക്കും. നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസിലുള്ള പ്രിന്റിങ്സ് ഇച്ചിരി കൂടി സ്പീഡായിട്ട് നടക്കും. അതാണ് എഴുത്തിന്റെ എന്ന് പറയുന്നത്. അത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്റെ വിഷൻ ബോർഡിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. എന്തായാലും ഈ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാനായിട്ട് ചില പ്രധാന കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളും ഉണ്ടാവും. അപ്പൊ വിശാഖൻ ഇപ്പൊ ഇത്രയും പേരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, വിശാഖൻ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുറെ പേര് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതില് അങ്ങനെയുള്ള ഈ സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ അവരുടെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാനായിട്ട് പ്രധാനമായിട്ടുള്ള അവരറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഫ്രീക്വൻസി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ അൾട്ടിമേറ്റ്ലി തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ പേഴ്സണാലിറ്റിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കോഴിക്കോട് 91.9 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് കിട്ടുന്നുണ്ട്? റേഡിയോ മാംഗോ കിട്ടുന്നുണ്ടെങ്കിൽ ആ പാട്ട് അതല്ലെങ്കിൽ അവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന കണ്ടന്റുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഓൾറെഡി ഉണ്ടല്ലോ, ആ എയറിൽ അത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. ആ ഫ്രീക്വൻസി ഫിക്സ് ചെയ്തപ്പോഴാണല്ലോ അത് നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ടുന്നതൊക്കെ ഇവിടെ ഉണ്ടല്ലോ യൂണിവേഴ്സില്. ഓക്കെ, നമ്മളുടെ ഫ്രീക്വൻസി അതിലേക്ക് മാച്ച് ആവുന്ന സമയത്താണ് നമ്മൾക്ക് അത് ലഭിക്കുക. അപ്പൊ നമ്മളിപ്പോ ഈ ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്.
ഈ ഫ്രീക്വൻസിയുടെ ചുറ്റിലും കുറേ കാര്യങ്ങളുണ്ട്, അതേ നമ്മൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, ഈ ഫ്രീക്വൻസിയിൽ ഇപ്പോ ഒരു മാരുതി 800, ഒരു സ്കൂട്ടർ, ഒരു 50,000 രൂപയുടെ സ്കൂട്ടർ, ഒരു 10,000 രൂപ സാലറി, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് നമ്മള് റോൾസ് റോയ്സ് പറ്റില്ല, മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പല ആളുകളും മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നേരെ പോയിട്ട് ബെൻസ് എസ് ക്ലാസും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഉപബോധ മനസ്സിന് ചോദിക്കും, എന്തോന്നടേ ഇത്? അപ്പൊ ഈ ഫ്രീക്വൻസിയിൽ വെച്ചിട്ട് ബോധ്യപ്പെടുത്തുക സബ് കോൺഷ്യസ് മൈൻഡിന്, ഓക്കെ ഇവിടെ ഒരു 100 രൂപ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം, ചെറുത് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇതാണ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആ മിസ്റ്റേക്കിനെ നമ്മൾ തിരുത്തിയിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന ഫ്രീക്വൻസിയിൽ ഇന്നതേ ഉള്ളൂ, ഈ ഫ്രീക്വൻസി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ശക്തമായിട്ടുള്ള കുറച്ച് ശീലങ്ങൾ ഞാൻ എന്റെ ലൈഫിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ശീലങ്ങളിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഫ്രീക്വൻസിയിലേക്ക് വരും. അപ്പൊ അവിടെ സി ക്ലാസ് ഉണ്ട്, അവിടെ താറുണ്ട്, അവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, അവിടെ നല്ലൊരു വീടുണ്ട്, മനസ്സിലായി? അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തിയിട്ട് നമ്മളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കണം. ഗ്രോത്ത് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകണം. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഇതിന്റെ ഫ്രീക്വൻസി സ്പീഡായിട്ട് നടക്കും. ചില ആളുകൾക്ക് ആ ഫ്രീക്വൻസി ഉയർത്തുന്ന പേഴ്സണാലിറ്റി മാറ്റാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കർമ്മയായിരിക്കാം, മേ ബി സ്പിരിച്വൽ ലെവലിൽ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ പാസ്റ്റ് ലൈഫിലൊക്കെ പകുതി ചെയ്തു വെച്ചിട്ട് വന്ന് നിൽക്കുകയായിരിക്കാം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, മേ ബി, അറിയില്ല. ആ പറയുന്ന സാധനത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞാൽ ആളുകൾ കൺഫ്യൂസ്ഡ് ആവും എന്നുള്ളതിനെ കൊണ്ട് നമുക്ക് അതവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അത് എന്ന് പറഞ്ഞു വെക്കാം നമുക്ക്. വൈശാഖൻ ഒരു വിശ്വാസിയാണോ, ഈശ്വര വിശ്വാസിയാണോ? ഞാൻ ഒരു സ്പിരിച്വാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്, പക്ഷെ ഒരു മതപരമായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലുള്ള യൂണിവേഴ്സൽ പവർ, യൂണിവേഴ്സ്, അതിന്റെ കുറെ ഫ്രീക്വൻസീസ്, ഇതിലൊക്കെ ഞാൻ ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാൻ റിലീജിയസ് അല്ല, കുറെ കൂടുതലായിട്ട് ഞാൻ ഒരു റിലീജിയനെതിരല്ല. അതിലെല്ലാത്തിലും, എല്ലാ റിലീജിയനിലും അതിൻ്റെതായിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും ഈ പറയുന്ന നമ്മൾ പറഞ്ഞു, ഞാൻ അതാ പറയാൻ വന്നത്. ഇപ്പൊ നമ്മുടെ ബൈബിൾ എടുത്താലും ഖുർആൻ എടുത്താലും ഗീത എടുത്താലും എല്ലാത്തിലും ഇത് കൃത്യമായിട്ട്, തിരുവള്ളുവരുടെ പിന്നെ തിരുക്കുറൾ എടുത്താലും അതിൽ പോലും എല്ലാത്തിലും പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മളിപ്പോ വിശ്വാസത്തോടു കൂടെ നീ ചോദിച്ചാൽ നിനക്ക് ലഭിക്കുമോ എന്ന് ബൈബിളിൽ പറയുന്ന പോലെ തന്നെ തിരുവള്ളുവരുടെ ഇതിലും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആധികാരികമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അത് അവനവന്റെ ആധികാരികമായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ആധികാരികമായിട്ട് ഏറ്റവും ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അഷ്ടാംഗ യോഗയിലും പതഞ്ജലി മഹർഷി എഴുതിയിട്ടുള്ള ഈ യോഗാസൂത്രാസിലൊക്കെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത്, ഡീപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരോടും തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക. വെറുതെ അന്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞത് വിഴുങ്ങരുത്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ അന്ധമായിട്ട് വിഴുങ്ങരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റിസർച്ച് ചെയ്യാം, നമ്മൾ വീണ്ടും അതിൽ റിസർച്ച് ചെയ്യുക. ആ പഠിച്ച കാര്യങ്ങള് അതൊക്കെ തെറ്റാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇരിക്കാതെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മൾ ഒരു അനുഭവം ഉണ്ടാക്കി കൊണ്ട് അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ. ഇത് പല ആളുകളും ഇത് പക്ക പൊട്ടത്തെറ്റാണ്, ഇത് അന്ധവിശ്വാസമാണ്. ഓക്കെ, അന്ധവിശ്വാസം ആയിക്കോട്ടെ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. ലൈഫിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു സാധനം. ഇനി ആരെന്ത് പറഞ്ഞാലും സയൻസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സയൻസും പൊട്ടത്തെറ്റാന്ന് പറയേണ്ടി വരില്ലേ? സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ പൊട്ടത്തെറ്റാണെന്നുണ്ടെങ്കിൽ സയൻസും തെറ്റാണെന്ന് പറയേണ്ടി വരില്ലേ? കാര്യം പണ്ട് കാലത്ത് സയന്റിഫിക്കലി സാധനങ്ങള് ഇപ്പൊ ഭൂമിയുടെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? സൂര്യന്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതിനിങ്ങനെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ അതിൽ മാറ്റങ്ങൾ വന്നില്ലേ? അപ്പൊ അതിനെ കൊണ്ടാ പറഞ്ഞത് എല്ലാം നമ്മള് കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മള്
അതിനെ റിയലൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാനും എന്നിട്ട് നമ്മുടെ ലൈഫിൽ അതിനെ പ്രാക്ടിക്കലി നടത്തുന്ന സമയത്ത് എന്താണ് നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്ന് നമുക്ക് നോക്കാനും. ഇല്ലാതെ നമ്മൾ വിട്ടേക്കുക.